ഇൻഷാ അല്ലാഹ് ഹജ്ജ് ഉംറക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് യാത്രയും ഒരുപാട് ബുദ്ധിമുട്ടുകളുമുള്ള ഒരു കാര്യമാണ്. അല്ലാഹു തആല എല്ലാം എളുപ്പമാക്കി തരുമാറാവട്ടെ. ഞാൻ സാധാരണ ഉംറ ക്ലാസ് എടുക്കുമ്പോൾ ആദ്യം പറയാറുണ്ട്, എല്ലാത്തിനും തയ്യാറായിരിക്കണം. ഒന്ന്, യാത്ര ഇനി എത്ര സുഖമാക്കി കൊടുത്താലും അതിൻ്റേതായ ബുദ്ധിമുട്ട് ഉണ്ടാവും. യാത്ര ഖിത്അത്തും മിനൽ അദാബ് എന്ന അദാബിൻ്റെ ഒരു അംശമാണ്. ഇവിടുന്ന് കുറേ നേരം ബസ്സിൽ പോകണം, പിന്നെ കുറേ സമയം ഫ്ലൈറ്റിലിരിക്കണം, അവിടെ നിന്ന് ഇറങ്ങി പിന്നെയും ബസ്സിൽ കയറണം. എത്ര ഇപ്പം ഇത്. കഴിഞ്ഞ പ്രാവശ്യം സമ്മത് പൂക്കോട്ടൂർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മീനായിൽ കിടന്നപ്പോൾ ഒരാൾ എന്തൊക്കെ സുഖം തന്നെയല്ലേ, വളരെ ദേഷ്യത്ത് സുഖം തന്നെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോന് ഇതിന് സൗകര്യപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു ഈ പണിക്ക്. അതോടെ ഹജ്ജ് പോയി. ജിദാൽ ഉണ്ടാവാൻ പാടില്ല, അങ്ങനത്തെ വിചാരമൊന്നും വന്നുകൂടാ അല്ലേ, അങ്ങനെ ഉണ്ടായിക്കൂടാ. നമ്മൾ എത്ര വേവലാതിപ്പെടുന്നു അത്രയും പരീക്ഷിക്കപ്പെടും. അത് അനുഭവമാണ്. കൂട്ടത്തിലുണ്ട ഇങ്ങനെ പല പ്രാവശ്യം പോകുമ്പോഴുണ്ട അനുഭവമാണ്. എത്ര വേവലാതിപ്പെടുന്നവർക്ക് കൂടുതൽ പരീക്ഷണങ്ങളാണ്. അതുകൊണ്ട് ക്ഷമിക്കാൻ പഠിക്കണം. മക്കയിൽ ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അൽ ഹജ്ജു അസ്വബ്ർ. വല്ലാത്തൊരു വാക്കാണത്. സാധാരണ റസൂലുള്ളാഹി തങ്ങളുടെ വാക്ക് എഴുതി വെക്കാറുണ്ട്, അൽ ഹജ്ജു അൽ അറഫ. പക്ഷേ ഒരു സ്ഥലത്ത് എഴുതി വെച്ചത് ഇങ്ങനെയാണ്, അൽ ഹജ്ജു അസ്വബ്ർ, ക്ഷമയാണ് ഹജ്ജ്. ക്ഷമിക്കാൻ പഠിക്കണം നല്ലോണം, പല വിധത്തിലുള്ള. പക്ഷെ അതുകൊണ്ട് നല്ലോണം പനി വന്നപ്പോൾ പറയാതിരിക്കണമെന്നല്ല. എന്തെങ്കിലും രോഗമോ മറ്റോ ആയെങ്കിൽ പറയാതിരിക്കണമെന്നില്ല. നോക്കാം, ക്ഷമിക്കാറിഞ്ഞിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ അമീറന്മാർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കണം, പറയണം, അറിയിക്കണം. അല്ലാതെ ട്രെയിൻ ലേറ്റായി അപ്പോൾ ചൂടാവുക. ആരോട് ചൂടായിട്ട് എന്ത് വേണം? ഉദാഹരണത്തിന് പറയാം, ഫ്ലൈറ്റ് ലേറ്റായി അല്ലെങ്കിൽ എയർപോർട്ടിൽ വെച്ച് നമ്മളോട് ചൂടാവാം. അതൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അല്ലാഹു തആല എല്ലാം എളുപ്പമാക്കട്ടെ. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഇനി മദീനയിൽ നിന്നാണ് റിട്ടേൺ വരികയാണെങ്കിൽ 30 മണിക്കൂറോളമുള്ള യാത്രയാണ്. ഉദാഹരണം പറയാണ്, നമ്മളങ്ങനെയല്ല. അപ്പം യാത്ര വളരെയധികം ഒരുപാട് താണ്ടിയിട്ടാണ് അങ്ങനെ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇപ്പോഴും എത്ര സൗകര്യമായി. മുമ്പൊക്കെ എങ്ങനെയായിരുന്നു ഹജ്ജിന് എത്തിയത്? നമ്മൾ അള്ളാഹു നമ്മുടെ ഹജ്ജ് സ്വീകരിക്കും എന്നുള്ള ഒരു ഉറപ്പിലായിരിക്കണം നമ്മൾ പോകേണ്ടത്. അള്ളാഹു തആല അങ്ങനെ ആക്കി തീർക്കുവാനുണ്ട്. ആ ഒരു മനസ്സ് ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള നേരത്തെ പറഞ്ഞതുപോലെ നല്ല മനസ്സോടെ നല്ല റാഹത്തോടെ. യാത്രയുടെ ബുദ്ധിമുട്ടും മറ്റൊക്കെ ഉണ്ടായും പറഞ്ഞില്ലേ. സാധാരണ പറയുന്നുണ്ട് ഒരു പെണ്ണുങ്ങൾ ഉംറയുടെ ക്ലാസ് എന്ന് പറഞ്ഞിന്ന് കഴിയുന്നില്ല അവസ്ഥ. എന്ത് കഴിയുന്നില്ല, ഈ കഴിയുന്നില്ല പാട്ടേ ഉണ്ടോ. തിരിച്ച് വരുമ്പോഴും പറയുന്നത് എന്ത് കഴിയുന്നില്ല അവസ്ഥ, അതെല്ലാം വിടണമെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു ഇനിയും കഴിയുന്നില്ല പറയുന്നത് എന്തേ? അള്ളാഹു തൗഫീഖ് ചെയ്ത് 10-24 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്ത് 5ഓളം ഉംറ ചെയ്ത് മദീന സിയാറത്ത് കഴിഞ്ഞ് 10-30 മണിക്കൂറോളം യാത്ര ചെയ്ത് എന്നിട്ട് കഴിയുന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ? ഒന്നാലോചിച്ച് നോക്ക്. എപ്പം മൈനസ് നമ്മൾ ചിന്തിക്കണ്ട. ഇൻഷാ അല്ലാഹ് കഴിയും. എന്തിനും ഒരുങ്ങുക.
അല്ലേ? ഇൻഷാ അല്ലാഹ് തയ്യാറല്ലേ? എന്തിനും എല്ലാം ജമാഅത്തിന് ഒരു ജമാഅത്തും ഹറമിൽ വെച്ച് മുടങ്ങാതെ ആക്കാൻ വേണ്ടി നമ്മളെന്താക്കുക, ഒന്ന് ഉറപ്പിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇപ്പോഴെന്നൊന്ന് കരുതാം, കഴിയുന്നത്ര ഇബാദത്ത് ചെയ്യണം, കഴിയുന്നത്ര ഇബാദത്ത് ചെയ്യണം, ഒന്ന് ഉറപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അങ്ങനെയല്ലേ? അബ്ദുൽ മജീദ് ബാക്കവിയും ഫാമിലിയും പിന്നെ കൊറോണയ്ക്ക് 2 വർഷം മുമ്പ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹജ്ജ് കഴിഞ്ഞ പിന്നീട് കുറച്ച് ദൂരെയാണ് താമസിക്കൽ. പക്ഷേ അധിക പേരും അവിടെ നിന്നും നടന്നിട്ട് ഹറമിലേക്ക് വന്നിരുന്നു. ഹറമിൽ തന്നെയാണ്, ഹറമ് അതിർത്തിയിലാണ്, പക്ഷേ പള്ളിയിലേക്ക് വന്നിരുന്നു. ഈ സദസ് ഇങ്ങനെ ഉണ്ട് പറയുമ്പോൾ ഞാൻ വരുന്നു പറഞ്ഞിന്, ഇങ്ങനെ ക്ലാസ് ഉണ്ട് പറയുമ്പോൾ എത്ര മണിക്ക്, ഞാൻ സമയം കിട്ടുന്നെങ്കിൽ വരുന്നതെന്ന്. അതൊരു ആവേശമാണ്. വരും മിക്കവാറും ഇൻഷാ അല്ലാഹ്. അങ്ങനെയുള്ളവർ ഇൻഷാ അല്ലാഹ് അല്ലേ, അല്ലാഹു തആല തൗഫീഖ് നൽകി പറയട്ടെ, മുതലാക്കാൻ വേണ്ടിയിട്ടാണ് പോകാൻ. എങ്ങനെ? ഇബാദത്ത് കൊണ്ട്. പിന്നെ ഹജ്ജിൻ്റെ കർമ്മങ്ങളും മറ്റും ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമ്മുടെ മെയിൻ അമീറും ഉണ്ടാവും, ഖിദ്മത്തിന് വേണ്ടി ഞാനുണ്ടാവും. അല്ലാഹു തആല എല്ലാം എളുപ്പമാകട്ടെ. അതുകൊണ്ട് എന്തെല്ലാം ആവശ്യമുണ്ട് അതൊക്കെ പറയാൻ മടിക്കേണ്ട, നല്ലതിനു വേണ്ടി. കുറവ് പറയാൻ മാത്രമല്ല, പക്ഷേ എന്നും പറ്റുന്നില്ലെങ്കിൽ പറയണം, കൂട്ടത്തിലൊന്ന് പറഞ്ഞോളൂ. ഇനി ഭക്ഷണം നിങ്ങൾക്ക് പിടിച്ചില്ല, ആടെ ഉണ്ട്, ഒന്നിച്ചൊറക്കെ പറയാം. അപ്പം നേരെ ബേക്കുന്നവനിക്കും നേരെ തിന്നുന്നവനിക്കും വെക്കുമെന്ന് അവൻ പറഞ്ഞ ശരി. അങ്ങനെയുണ്ട്. അങ്ങനെ ആവാൻ പാടില്ല. എന്തെങ്കിലും നമുക്ക് പിടിക്കാതെ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക സ്വകാര്യമായിട്ട്. നമ്മളെന്താക്കും, അതിന് വേണ്ടുന്ന സൊല്യൂഷൻ ഉണ്ടാക്കും, അല്ലേ? ഉദാഹരണം പറയാം, അങ്ങനെയല്ല വേണ്ടത്. അങ്ങനെയുണ്ട് ചില ആൾ ഉറക്കെ പറയും. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗ്രൂപ്പിൻ്റെ ആൾ, അയാൾക്ക് എന്തോ ഭക്ഷണം കിട്ടിയില്ല, വേറൊരു ഗ്രൂപ്പിൻ്റെ ഉംറക്ക് പോയപ്പോൾ. ഞാൻ വരുന്ന സമയത്ത് ഭയങ്കര ഉറക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ചോദിച്ചു, എന്ത് പ്രശ്നം? നെയ്ച്ചോറ് തീർന്നു രാത്രി. അപ്പോൾ ഒന്നുമില്ലേ ഭക്ഷണം? പൊറോട്ടയുണ്ട്, ചപ്പാത്തിയുണ്ട്, ബെർഞ്ചോറുണ്ട്, ഇത് 3ഉണ്ട്, കഞ്ഞിയുണ്ട്. ഓക്കെ, നെയ്ച്ചോറ് തീർന്നു. അങ്ങനെ എല്ലാം സമാധാനമായിട്ട് പോകുമ്പോഴേക്ക് ഞാൻ അയാളോട് വിളിച്ച്, എന്ത് പ്രശ്നം? അയാളോട് എന്ത് പ്രശ്നം ചോദിച്ച്, ഞങ്ങൾക്ക് നെയ്ച്ചോറ് കിട്ടിയില്ല. പക്ഷേ നിങ്ങളത് സ്വകാര്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിലാ, ചില ആൾക്ക് അതിൻ്റെ ശേഷം വന്ന ആൾക്ക് നെയ്ച്ചോറ് ഉണ്ടെന്നേ അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല. ഇവിടെ നിങ്ങൾ 4 ഭക്ഷണം വേറെയുണ്ടല്ലോ. കാരണം നമ്മൾ വിചാരിക്കേണ്ട, ഒരു 500 ആൾക്ക് കൊണ്ടുവരുന്ന ഭക്ഷണം എല്ലാം 500 ആൾക്ക് കൊണ്ടുവരില്ലല്ലോ, അല്ലേ? അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ പൊറോട്ട 500 ആൾക്ക് കൊണ്ടുവരില്ല, ഇപ്പം ചപ്പാത്തി 500 ആൾക്ക് കൊണ്ടുവരില്ല, എല്ലാം മിക്സായിട്ട് 500 ആൾക്ക് കൊണ്ടുവരും. അപ്പോൾ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും, സാരമില്ല, നാളെ നേരത്തെ വരാം, അപ്പോൾ കിട്ടുമോ? ഞാൻ ഉദാഹരണം പറയുന്നത്, നമ്മളെ ഇങ്ങനെ പറയിപ്പിക്കാൻ നമ്മുടെ കൂടെ ആരുണ്ട്? ശൈത്താനുണ്ട്, ഇബ്ലീസ് ഉണ്ട്. ഉറപ്പാണ്. അതുകൊണ്ട് ഇത്തരം വേളയിൽ നമ്മൾ എന്താക്കുക, ക്ഷമിക്കാൻ പഠിക്കണം. പരമാവധി നല്ല നിലയിലായിരിക്കും ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ടുവരുന്നത്. നല്ല ഉപദേശ നിർദ്ദേശങ്ങളുണ്ടാവും, അല്ലേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ, നമ്മുടെ ആടറക്കുന്നതിനെ പറ്റിയിട്ട് കുറേ ചർച്ചകൾ നടക്കാറുണ്ട്. അങ്ങനെ വേണോ ഇങ്ങനെ വേണോ? നമ്മുടെ അമീർ പറയൽ, ഇത്ര ലക്ഷങ്ങൾ ചിലവാക്കി ഇങ്ങോട്ട് വന്നല്ലേ, അല്ലേ? ഈ ഒരു ആടറക്കുന്നതിന് എന്നെ ആടറക്കാൻ നിർബന്ധമില്ലെങ്കിലും എൻ്റെ വക ഒരു ആടിരിക്കട്ടെ എന്ന് കരുതിക്കോന്ന് എല്ലാവരും, അല്ലേ? ആ പുണ്യഭൂമിയിൽ ഒരു ആടറക്കേണ്ട പൈസ കൊടുക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ നിഅമത്തെന്ത്? നമ്മളൊരു ആട്, ഒരു 10 ആൾ ഭക്ഷിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ലോകത്തിൻ്റെ ഏതോ ഭാഗത്ത് നിൽക്കുന്ന ഒരാൾക്ക് നമ്മുടെ ചിലവ് കൊണ്ട് ഒരു ആടിൻ്റെ മാംസം കഴിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യമായി അല്ലാഹു തആല
ഇതില്ലേ, പിന്നെ അതിനൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 63 ഒട്ടകം അറുത്തു കൊടുത്തു. 100 ഉദ്ദേശം. തങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിട്ടാ ഫിദിയോ മറ്റോ അല്ല, അവിടെ ഹദിയ കൊടുക്കുകയാണ്. 63 റസൂലുള്ളാഹി തങ്ങൾ 63 വർഷമായിരുന്നു ജീവിച്ചത്. ഈ പറച്ചിൽ കഴിയുമ്പോൾ ഒരു ചെറുപ്പക്കാരന് സ്വകാര്യമായിട്ട് വന്ന് പറയാണ്, എനിക്ക് 42 വയസ്സായി, 42 ആട് ഞാൻ ഇറക്കാൻ ഉദ്ദേശിച്ചു. 42 ആട് അല്ലേ, 650 അല്ലേ, 700-ലേറെ 750 റിയാലോളം ഉണ്ട് ഒരു ആടിന്. റിയാൽ ഓക്കെ, ഏകദേശം 24 ലക്ഷം ഉറുപ്പ്യ, 24 അല്ലേ റിയാൽ, 24,000 റിയാൽ. അതൊരു തൗഫീഖാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ അമീർ എന്താണോ പറയുന്നത്, ഇൻഷാ അല്ലാഹ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വകാര്യമായിട്ട് വന്ന് പറയണം. ഏതൊരു കാര്യം ഉപദേശം പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ, അല്ലേ വേണ്ടേ? നല്ല ഉപദേശം. സാധാരണ നമ്മൾ കാണുമ്പോൾ എടുത്തേ കൈയോട് കുടിക്കണ്ട അല്ലേ, ഇയാൾക്ക് കാണും ചെയ്യുന്ന ഇന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. മാറ്റണ്ടേ അല്ലേ, ഒരു മാറ്റം വരണ്ടേ? ഇത് കുറേ വർഷം ഇങ്ങനല്ലേ, വെള്ളത്തിൻ്റെ കുപ്പിയെടുക്കും, എങ്ങനെ മൂട് തുറക്കുന്ന വലുതല്ലേ, അടുത്ത കൈയോട് കുടിക്കും. നമുക്ക് വന്നു പോകുന്നതാ, നിസ്സാരമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഉണ്ടാവാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ഒരു മാറ്റത്തിന് തയ്യാറാവണം അല്ലേ? ഈ ഹജ്ജോട് കൂടി യഥാർത്ഥ റബ്ബിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയുടെ തുടക്കമാവട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ക്ലാസ്സും മറ്റുള്ള കാര്യങ്ങളും നമ്മുടെ ബാഗ് കൊടുക്കലും ഒക്കെ ഇതിൽ നടക്കുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള നമ്മുടെ വിചാരം മുഴുവൻ മക്ക മദീന അല്ലേ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ തന്നെ പുറപ്പെട്ടു, നമ്മുടെ മനസ്സ് പുറപ്പെട്ടു. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാ റാഹത്തിലും സന്തോഷത്തിലാക്കി തീർക്കുമാറാവട്ടെ. പറഞ്ഞ സമയത്ത് തന്നെ അതെല്ലാം സമയം പറയും, എത്ര മണിക്കാണ് എത്തേണ്ടത്. ഒരാൾ എല്ലാവരും വിജയം, എന്നെക്കൊണ്ട് ആരും കാക്കാനായി പോണ്ട. എല്ലാ കാര്യത്തിലും ഒരു സമയം പറഞ്ഞാൽ, ഒരു സമയം കഴിഞ്ഞാൽ 10 മണിക്കാണ് 9:55 വന്നിരിക്കുക അല്ലേ? അങ്ങനെയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ആദ്യം തന്നെ അങ്ങനെ തീരുമാനിച്ചാൽ എല്ലാം ശരിയായി, എല്ലാം എളുപ്പവും ശരിയല്ലേ? അവസാനം എല്ലാം കല്ലെല്ലാം എറിഞ്ഞിട്ട് ടെൻറ്റിലേക്ക് എത്തിയപ്പോൾ എത്ര കിലോമീറ്റർ സ്ഥലം നമ്മൾ നടന്നത്? ഏകദേശം ഒരു 5-8 കിലോമീറ്റർ നടന്ന്. 8 കിലോമീറ്റർ നമ്മൾ നടന്നോ? അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല. അതാണ് എന്ത്, ഒരു മനസ്സുറപ്പ്. ഒരു 5 മിനിറ്റ് പോലും നാട്ടിൽ നടന്നിട്ടുണ്ടാവില്ല അല്ലേ? അങ്ങനത്തെ ആണ്. അത് അല്ലാഹു തആല സഹായിക്കും. പരസ്പരം ഒരു വേവലാതി ഇല്ലാതെ നിലയിൽ നിന്നാൽ മതി. ഹജ്ജ് പറഞ്ഞാൽ അങ്ങനെയാണ്. കുറച്ചൊക്കെ ബുദ്ധിമുട്ടണം അല്ലേ? കുറച്ചൊക്കെ അങ്ങനെ വേണം. വയസ്സന്മാരുണ്ട് ആ വിധത്തിലുള്ളത്, ചെറുപ്പക്കാരുണ്ട് ആ വിധത്തിലുള്ളത്. ചെറുപ്പക്കാരൊക്കെ പരസ്പരം സഹായിക്കാനും സഹകരിക്കാനുള്ള മനസ്സുണ്ടാവണം. കുറച്ച് വർഷം മുമ്പ് ബഹുമാനപ്പെട്ട അഹമ്മദ് മാതൃഭൂമി അമ്മച്ച പറയല്ലേ, മാതൃഭൂമി അമ്മച്ച അല്ലേ, KM അഹമ്മദ് സാഹിബ് നമ്മുടെ കൂടെ ഹജ്ജിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വീൽ ചെയറിലായിരുന്നു കല്ലെറിയാനും എല്ലാം കൊണ്ടുപോകല്. വീൽ ചെയർ ഞാൻ ടെൻറ്റിൽ നിന്ന് ഇറക്കലേ ഉള്ളൂ, പിന്നെ തിരിച്ചോളം നമ്മളെ കയ്യിലുണ്ടാവില്ല. ഓരോ രാഷ്ട്രക്കാരും, ഏതോ രാഷ്ട്രക്കാർ ഒന്ന് ഞാൻ ഒരാളെ മുന്തിക്കൊണ്ടുപോകും. അത് കൂലി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ തൊട്ടോട്ടെ കുറച്ച് സമയം. അങ്ങനെ പരസ്പരം സഹായിക്കാനും സഹകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. എല്ലാം ശരിയാവും. അല്ലാഹു തആല എല്ലാം എളുപ്പമാക്കി തിരുമാറവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.